ഇന്നോട്ട് പണി പിന്നെയും തുടങ്ങി കേട്ടോ. രാവിലെ തന്നെ ആൾക്കാർ, പണിക്കാരും ചേട്ടനും മാമനും എല്ലാവരും വന്നു കേട്ടോ. അപ്പോൾ അവർ പണി തുടങ്ങുകയും ചെയ്ത് ഞാൻ പിന്നെ അവർക്ക് ആവശ്യമുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് പണിക്ക് നിന്നില്ല, ഞാനും നിൽക്കണം, ഉടനെ നിൽക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പോട്ട് പറയുന്നുണ്ട്. പിന്നെ ലോങ് വീഡിയോസ് കുറേ നാളായി ചെയ്യണമെന്ന് ആഗ്രഹം വെച്ചിട്ട് പിന്നെ ഇപ്പോഴാണ് ചെയ്തു തുടങ്ങി കേട്ടോ. അപ്പോൾ അമ്മൂമ്മയൊക്കെ വന്ന് അമ്മൂമ്മയോടൊക്കെ സംസാരിച്ച് തുടങ്ങി. കാര്യമായിട്ട് രാവിലെ 2 കണ്ടന്റ് എഴുതാമെന്ന് വിചാരിച്ച്. മുടിയൊക്കെ പോയടാ, എൻ്റെ മുടിയൊക്കെ പോയി, കറുപ്പിൽ ആഴകുന്ന. പിന്നെ പറ, നീ എന്തേലും പറ. ഇന്ന് ഫുള്ള് നിന്റെ വീഡിയോ, ഞാൻ നിന്റെ കൂടെ ഇന്നത്തെ ദിവസം ഫുള്ള്. വാ, ആടത് ഫ്രീ ഫയർ കളിച്ചാ? അച്ഛൻ്റെ ഫോണാണ്, കുഴപ്പമില്ലല്ലോ. പിന്നെ തൊലഞ്ഞാലും നീ ഫ്രീ ഫയറിൻ്റെ ആളാണോ? എനിക്ക് അറിഞ്ഞൂടാ, ബൈക്കിൽ നിന്ന് ഓട്ടോ ഇടിച്ചിടുമെന്തോ. പണി കാര്യമായിട്ട് നടക്കുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അടങ്കലാണ് കൊടുത്തത്, നമ്മൾ ഫുൾ കൊട്ടേഷൻ കൊടുത്തു. അപ്പോൾ ഫുൾ കൊട്ടേഷൻ കൊടുത്തപ്പോൾ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. പിന്നെ ഞാനും വിചാരിച്ച് 2-3 ദിവസം കഴിയുമ്പോൾ പണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇവരോട്. അപ്പോൾ ഇനിയും പ്ലംബിങ് കുറവ്, നമ്മളെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ നമുക്ക് ഒരാളെ ശമ്പളം കുറച്ച് മേടിച്ചാൽ മതിയല്ലേ, എൻ്റെ മനസ്സിലായില്ലേ? നമുക്ക് നമ്മളെ കാര്യങ്ങൾ നടക്കും, പിന്നെ പണിയില്ല, അങ്ങനെയൊക്കെ പോകണം. കണ്ടൻറ്റ് ക്ഷാമം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബുക്കൊക്കെ മേടിച്ചുകൊണ്ട് എഴുതാമെന്ന് പറഞ്ഞാൽ പോയി ബുക്ക് മേടിച്ചുകൊണ്ടുവന്ന. എഴുതണം, കണ്ടൻറ്റ് എഴുതണം. കണ്ടൻറ്റൊക്കെ എഴുതി കഴിഞ്ഞ് ഇനി നേരെ പോയി ഉണ്ണാം, അതായിരിക്കും ഏറ്റവും നല്ലത്. പണിക്കാരും ഉണ്ണാൻ ഇറങ്ങി, അവരെല്ലാവരും പോയി. ഞാൻ വീട്ടിൽ പോകണമായിരിക്കും നല്ലത്. പിന്നെ വീട്ടിലോട്ട് പോവാം, ഉണ്ണാളെ സമയമായി. ഇപ്പോൾ ഇതാണ് സത്യം പറഞ്ഞ എൻ്റെ അവസ്ഥ. പണിയില്ല കേട്ടോ. ഞാൻ മിക്കവാറും ഇവരോട് ഇറങ്ങും, പണി സൈറ്റിൽ ഇറങ്ങും. ഈ പാറക്കെട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങണം, കെട്ടക്കാകുമ്പോൾ ഇറങ്ങണം. കഴിക്കല്ലേ അമ്മ? അവരെല്ലാവരും പോയല്ലേ? അമ്മ ചോറ് കൊണ്ടുവന്നോ? ആ, കൊണ്ടുവന്നോ? ഇവിടുന്ന് കഴിക്കണ? വെച്ച് കറിയൊക്കെ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ രാവിലെ ചോറൊക്കെ വെച്ചിട്ടാണ് പോയത്. ചോറുണ്ട്, ഇന്നലത്തെ മീൻകറി വച്ചതുണ്ട്, സെയിം ചാള കരിച്ചതുണ്ട്. അപ്പോൾ കഴിയാനി നമുക്ക് ചോറ് കൊടുത്താൽ അമ്മയുടെ അടുക്കോട്ട് പോവാം. അമ്മ അവിടെ നിന്ന് ഒറ്റയ്ക്ക് കഴിക്കണം, കൂട്ട് കൊടുക്കാം. കറി വല്ലതും വേണോ അമ്മ? മീൻകറി വേണോ? മൃദു വേണോ? താഴോട്ട് ഇറങ്ങുമല്ലേ? താഴെ ഇനി ഇവിടെ പണി കിടക്കണ? ശരി, നമ്മളെ അനിയൻ്റെ വണ്ടി പഞ്ചർ, അപ്പം പോയി ടയർ മാറ്റാം. അല്ലെങ്കിൽ വൈകുന്നേരം ജിമ്മിൽ പോകാൻ പറ്റൂല. അവൻ പൈസ ഉണ്ടെന്ന് പറഞ്ഞു അവൻ്റെ കയ്യിൽ. പിന്നെ ടയർ മാറ്റിയിട്ട് വലിയ ടൈക്കിലാണ് പോകണം, ടയർ മാറ്റിയിട്ട് വരാം. എൻ്റെ കുഞ്ഞനി എവിടെ എൻ്റെ കുഞ്ഞനി? ഞാൻ എടുക്കാം. എത്ര 300 അല്ലേടാ? 300. ആ വീഡിയോ ഇനി 50 രൂപ അടിച്ചു. ഹലോ ഹലോ, തരുമെന്ന് അറിയത്തില്ല. വലിയ വണ്ടി ഇത് പിൻകോഡ് അടിക്കുക. പിൻകോഡിന് ആര് കാണാ? പിൻകോഡ് അവര് അങ്ങേരെ അങ്ങ് വിളിച്ചോണ്ട് വന്നാൽ മതിയായിരുന്നു ടയറും കൊണ്ട്. ഉടനെ ആ വണ്ടിയിൽ 3 പേര് കയറി പോയിരിക്കണം. ഇതെന്താ ലൂസായാലല്ലേ ടയർ വരാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ടല്ലേ? പെട്ടെന്നാവട്ടെ. ഗായ്സ് എവിടെ? ഇതിലെ പൊട്ടിയിൽ വലിയ അത്ഭുതമായിട്ടൊന്നും എനിക്ക് തോന്നല്ല. കാരണം ഇതിലൊന്നുമില്ല, ഇത് മുട്ട അടിച്ചതാണ്. എവിടെ
പുതിയത് പുതിയ ടയർ, ഫ്രഷ് ടയർ അത്. ശരി പിന്നെ പോട്ടാ. എലി നോക്കിയാ സൂരജ് എന്തരാ? അപ്പൊ ഗൈസ് നമ്മൾ ജ്യൂസ് കുടിക്കാൻ വന്ന ആരും ചെയ്യാത്തൊരു കണ്ടന്റ് ആണല്ലേ? ആരും ചെയ്തിട്ടില്ല. ഫ്രഷ് കടയ്ക്ക് പ്രൊമോഷൻ കൊടുക്കണ്ടല്ലോ. ബട്ടർ പെന്ന് കൊള്ളാം കേട്ടോ. ബട്ടർ പെന്ന് നല്ല ടേസ്റ്റ്. ബട്ടർ പെന്ന് എന്താടാ ഇവിടെ നടത്തോ? അല്ലെങ്കിൽ എന്റെ ക്രീം പോവും. ഇല്ല, ക്രീം തരൂലേ. ഓ സൂപ്പർ. വണ്ടി ഞാൻ ഇതിലൊന്നും മിണ്ടൂല. കാരണം ഇതെല്ലാം ഇപ്പൊ കേട്ടോണ്ടിരിക്കും. കാരണം ഇത് രണ്ടും എനിക്കില്ല. പണിക്കാർക്ക് കൊടുക്കാൻ ഞാൻ കേക്ക് ഓടിച്ചു. ഒലിക്കണം അവിടെ. സീനുണ്ട് പിന്നെ സീനുണ്ട്. നീ ടയർ ഇട്. നീ ആ ടയറിന് അതിൻ്റെ അടി കൂടെ കയറ്റണം. പൊക്കിയിട്ട് ഓക്കെ കഴിഞ്ഞ്. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ്. അപ്പം ഇനി ഇതിന് അപ്ലോഡ് ചെയ്യണം. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.